പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരു ദിവസം കൂടെ ജീവിച്ചിരിക്കാൻ, ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചിരിക്കുന്നു. നമ്മുടെ അതിരൂപത കടന്നു പോകുന്നൊരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ്. അതിനൊരു പരിഹാരം എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത് ഇത്തവണത്തെ സിനഡിലെ ഒരു ദൈവികമായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ഇടപെടലുണ്ടായിട്ട് പ്രശ്നങ്ങളെല്ലാം ഒരവസാന ഘട്ടത്തിലേക്ക് എത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിതാക്കന്മാരോട്. കാരണം അവരുടെ തീരുമാനങ്ങൾക്കാണ് ഇനി ബാക്കി കാര്യങ്ങൾ വരാനുള്ളത്. കാല് പിടിച്ച് പറയുകയാണ്, മഹാഭാവം കാണിക്കരുത്, അനീതി കാണിക്കേണ്ട, നീതി കാണിച്ചാൽ മാത്രം മതി. അത് മാനുഷിക നീതിയോ ദൈവിക നീതിയോ ഇതൊന്നും അറിയാത്തതുപോലെ ആകരുത്. നിങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ ഓർത്ത്, ഇപ്പോൾ ആ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, നിങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളെ ഓർത്ത് നിങ്ങൾ ഞങ്ങളെ ചതിക്കല്ലേ. കാരണം അതിനുള്ള സാധ്യതകളൊക്കെ തിന്മ ഒരുപാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 34 രൂപതകൾക്കും 35 രൂപതകൾക്കുമായി എഴുതിയിരിക്കുന്ന ഈ ഇടയലേഖനം വായിക്കാതെ പോയി ഈ ഒരു രൂപതയിൽ മാത്രം അത് നടക്കാതെ ഇത് പറയാനായിട്ട് വലിയ വിഷമമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം അപേക്ഷിക്കുകയാണ്, ഞങ്ങളെ ഓർക്കണ്ട, നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുക. അവരെ കൂടെ മുന്നിലിരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്ത്, നിങ്ങൾ പല കാര്യങ്ങളും വാഗ്ദാനം ചെയ്തു. വൈദികനായപ്പോൾ എന്തു തന്നെ ആയാലും അനുസരിക്കും. ബിഷപ്പായപ്പോഴും അങ്ങനെ. അന്നും നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി, ബിഷപ്പാകാനുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി മാതാപിതാക്കളുണ്ടെങ്കിൽ, കൂടപ്പിറപ്പുകളുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ, നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരുമൊക്കെ വന്നാണ് നിങ്ങളുടെ ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്തത്. വിശ്വസ്തത പുലർത്താമെന്ന് മൈക്കിലൂടെ ദേശം മുഴുവൻ കേൾക്കത്തക്ക തരത്തിൽ നിങ്ങൾ പറഞ്ഞിരിക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾ ഇത്രയും കാലങ്ങളും ചൂടില്ലാത്ത ഒരവസ്ഥയെ, ചൂടോ തണുപ്പോ ഇല്ലാത്തവനായി ജീവിക്കാൻ എനിക്ക് നിങ്ങൾക്കും അവകാശമില്ല. ഞങ്ങളൊക്കെ പാവപ്പെട്ട പൊട്ടന്മാരാണ്. കാരണം ഞങ്ങൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ ശരണവും ആശ്രയവും. ദൈവം അയച്ച നിങ്ങൾ ഞങ്ങളെ നയിക്കേണ്ടവരാണ്. അതുകൊണ്ട് കാല് പിടിച്ച് പറയുക, ഞങ്ങളെ ചതിക്കല്ലേ, ദൈവനിഷേധം കാണിക്കരുത്. ഇവിടെ അനുസരണകെട്ട ചില പിതാക്കന്മാരുണ്ട്, എന്ത് മര്യാദകേടും കാണിക്കാൻ പറ്റുന്ന ആൾക്കാർ. അവരെ കണ്ടാൽ തന്നെ അറിയാം ഒരു ഭീകര രൂപമാണ്. ചിരിച്ചാൽ പോലും ആ ചിരിയിലൊരഭിഷേകമില്ല. അപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഇരിപ്പെന്താണെന്നറിയാമല്ലോ. അങ്ങനെയുള്ള പിതാക്കന്മാരുണ്ട് എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ട്, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ തവണത്തെ തീരുമാനം വളരെ മനോഹരമായിട്ട് അനുസരിച്ചേ പറ്റൂ. അല്ലാത്തവർക്ക് സഭ വിട്ടു പോകാം. സഭയുടെ മുതൽ കണ്ട് കൊള്ളയടിക്കാനൊന്നും നിൽക്കണ്ട. ഞങ്ങളുടെ ദേവാലയത്തിൽ ഞങ്ങൾക്ക് ശുശ്രൂഷ. മത്തായി മധുരേന്തി വക്കീൽ പറഞ്ഞ കണക്ക് ഞങ്ങളുടെയൊക്കെ അമ്മച്ചിമാർ പെറ്റിട്ട് ബിഷപ്പന്മാരൊന്നും ഇല്ലാതെ പോയി. അതുകൊണ്ട് ഞങ്ങളൊക്കെ മരിച്ചാൽ ഒരു കുർബാന ചെല്ലാനായിട്ട് ആളില്ല, അർത്ഥമില്ല. ഇനി അതല്ല, നിങ്ങൾ പറയുന്ന കണക്ക് ഇല്ലിസിറ്റ് കുർബാനയാണ് ചെല്ലേണ്ടതെങ്കിൽ ഞങ്ങളത് സമ്മതിക്കാം. നിങ്ങൾ ആരെങ്കിലും വന്ന് ഞങ്ങളുടെ രൂപതയിൽ വന്ന് ഇല്ലിസിറ്റ് കുർബാന ചെല്ലേ. ഈ തട്ടിൽ പിതാവും ഈ പാമ്പ്ളാനി പിതാവും ഇപ്പോഴും അവർ സഭ പറഞ്ഞ കുർബാനയില്ല. എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് ഈ പാപം ചെയ്യിക്കേണ്ട കാര്യം തന്നെ. എന്നിട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ നശിച്ചു പോകാനല്ലല്ലോ നിങ്ങളും ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മുൻപിൽ അഹങ്കാരം കാണിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. പിന്നെ നിവൃത്തികേട് കൊണ്ട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതാണ്. ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് നീതിബോധത്തോടെ പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.